അലക്സാണ്ടർ ദി ഗ്രേറ്റിൻ്റെ കാലം BC 4-ാം നൂറ്റാണ്ട്. അലക്സാണ്ടർ ദി ഗ്രേറ്റ് മാസിഡോണിയയിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ഫിലിപ്പിൻ്റെ അവിടെ നിന്ന് ആരംഭിച്ച് ഗ്രീസിലൂടെ താഴേക്ക് ഇറങ്ങി മെഡിറ്ററേനിയൻ കോസ്റ്റിലെത്തി ലെബനനിലൂടെ പാലസ്തീൻ നാട്ടിലൂടെ ജെറുസലേം ക്രോസ് ചെയ്ത് ഗാസ വഴി ഈജിപ്തിൽ എത്തി കൈറോയും അലക്സാന്ദ്രിയയും വരെയുള്ള സ്ഥലങ്ങളിൽ പോവുകയും അവിടെ നിന്ന് വടക്കോട്ട് യാത്ര ചെയ്ത് മെസപ്പട്ടോമിയയിലെ ഈ മഹാനദി കടന്ന് മെസപ്പട്ടോമിയയിൽ എത്തി പേർഷ്യൻ സാമ്രാജ്യത്തിൽ പ്രവേശിച്ച് ദാരിയസ് രാജാവിനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് അങ്ങനെ ഒരു വലിയ പടയോട്ടം നടത്തിയത് നമുക്ക് അറിയാം. ഒടുവിൽ ഭാരതത്തിൻ്റെ അതിർത്തികളോളം അല്ലെങ്കിൽ സിൽക്ക് റൂട്ട് വരെ എത്തുകയും പിന്നീട് മുന്നോട്ട് പോകണ്ട എന്ന ഒരു ഘട്ടം വന്നപ്പോൾ തിരിച്ചു പോവുകയും ആ തിരിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹം മരണപ്പെടുകയും ഒക്കെ ചെയ്തത് നമുക്ക് അറിയാം. അപ്പോൾ ഇതൊക്കെ ആ കാലത്ത് പോസിബിളായിരുന്നു. തോമസ് ലീഹായ്ക്കും 300 വർഷം 350 വർഷം മുമ്പും ഈ ഇങ്ങനെയുള്ള യാത്രകൾ, ചൈത്രയാത്രകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെ ഉള്ള തെളിവുകളാണ് ഇത്. തോമസ് ലീഹായുടെ കാലം ആയപ്പോഴേക്കും കുറെക്കൂടെ ഇങ്ങോട്ട് ജലമാർഗത്തിലൂടെയുള്ള, കാരണം BC 1000 ഉണ്ടായിരുന്നെങ്കിൽ തോമസ് ലീഹായുടെ കാലഘട്ടത്തിൽ അഥവാ AD 50 അത് ഉണ്ടാകുന്നതിന് ബുദ്ധിമുട്ട് ഉണ്ടാകണം എന്ന് നിർബന്ധമായിട്ട് ശഠിക്കുന്നതിൽ അർത്ഥമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, അന്നു മുതലുണ്ടായ ഒരു വാക്കാണ് കോസ്റ്റ മലബാറിക്ക എന്ന് പറയുന്നത്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മലങ്കരൈ, മലകളും കരകളുമുള്ള സ്ഥലം മലങ്കരൈ. ആ മലങ്കരൈ എന്ന വാക്കിൽ നിന്നാണ് മലങ്കര എന്ന പദം പിന്നീട് ഉണ്ടാകുന്നത്. മലങ്കരൈ എന്ന് പറഞ്ഞാൽ മലകളും കരകളും, സഹ്യപർവ്വത നിരകളും കരകളും തോടുകളും പുഴകളും ഒടുവിൽ അറേബ്യൻ കടലും ഉള്ള ഒരു വിസ്തൃതമായ ഒരു ഭൂപ്രദേശം. അവിടെ ചെറിയ തുറമുഖങ്ങളുണ്ട്, വലിയ തുറമുഖങ്ങളുണ്ട്. ഇങ്ങനെയുള്ള നമുക്കറിയാം, പട്ടണം ഗവേഷണമൊക്കെ നമുക്കറിയാം. കൊടുങ്ങല്ലൂർ, ക്രാങ്കന്നൂർ ഉണ്ട്. പിൽക്കാലത്ത് 15-ാം നൂറ്റാണ്ടോടുകൂടി കൊച്ചി തുറമുഖം ഉണ്ടായി. ഇപ്പോൾ നമ്മൾ വായിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ചും ഒക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള തുറമുഖങ്ങളുടെ നീണ്ട നിര, ബേപ്പൂർ, പൊന്നാനി, വടക്കോട്ട് പോകുന്തോറും അങ്ങനെയുള്ള തുറമുഖങ്ങളുണ്ട്. ഒരുപക്ഷെ ഓഫീർ തങ്കം എന്ന് പറയുന്നത് ഇന്നും ബേപ്പൂരിൽ ആ പ്രദേശത്ത് കിട്ടുന്ന, ഇപ്പോഴും അവിടെ തങ്കത്തിൻ്റെ അയിരുകൾ നമ്മുടെ മലകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന പുഴയിൽ നിന്നും സ്വർണം അരിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയാമല്ലോ. അതുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള ഇങ്ങനെയുള്ള പല വ്യഞ്ജനങ്ങൾ ഒക്കെ കപ്പലിൽ കൊണ്ടുപോയി ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് നടത്തുന്നത് സാമൂതിരിയുടെ ചരിത്രത്തിലും കൊച്ചി രാജാവിൻ്റെ ചരിത്രത്തിലുമൊക്കെ ആധുനിക കാലത്ത് ഇത് പോർച്ചുഗീസുകാരുടെ വരവിലും ഒക്കെ ഈ ഒരു രീതി നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ ഭാരതത്തിൽ, പ്രത്യേകിച്ച് ദക്ഷിണ ഭാരതത്തിൽ AD 52 എത്തി എന്നുള്ളത് വലിയൊരു പാരമ്പര്യമായി നിലനിൽക്കുന്നുണ്ട്. അതിനെ ചോദ്യം ചെയ്യേണ്ടവർക്ക് ചോദ്യം ചെയ്യാം. കാരണം നമുക്കറിയാം, തീസിസ്, ആൻറ്റി തീസിസ്, സിന്തസിസ്, അങ്ങനെയാണ്. അതാണ് ഒരു തിയറട്ടിക്കലായിട്ട് വരുന്നത്. അടുത്തൊരു തിയറി വരുമ്പോൾ ആ തിയറിക്ക് അതിൻ്റെ മുൻപുള്ള തിയറികളെ ചോദ്യം ചെയ്യുവാൻ അവകാശമുണ്ട്. സയൻസിൽ പോലും എന്നും നിലനിൽക്കുന്ന തിയറികളില്ല. ഓരോ തിയറിയും അതത് സമയത്ത് പുതിയ സിദ്ധാന്തങ്ങൾ വരുമ്പോൾ മാറ്റങ്ങൾക്ക് വിധേയമാണ്. എന്നാൽ ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് AD 1-ാം നൂറ്റാണ്ടിൽ തന്നെ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായാൽ ദക്ഷിണ ഭാരതത്തിൽ ഒരു ക്രൈസ്തവ സമൂഹം ഉണ്ടായി എന്നുള്ളതാണ്. പിന്നെ അതിനെ 7.5 പള്ളികൾ വെച്ചു. ഇതൊക്കെ ഇങ്ങനെയുള്ള ട്രഡീഷനുകളൊക്കെ നിരവധിയുണ്ട്. ഇന്നത്തെ പോലെയുള്ള കെട്ടിടങ്ങൾ വെച്ചോ
എന്ന് നമുക്ക് ശഠിക്കേണ്ട ആവശ്യമില്ല. പള്ളി എന്നാൽ ഈത്തോ എന്ന അരമായിക് സിറിയാനി വാക്കിന്, അതുപോലെ തന്നെ ഇപ്പോൾ ഇംഗ്ലീഷിലുള്ള ചർച്ച് എന്ന വാക്കിന് ചർച്ച് ബിൽഡിങ്ങും ഉണ്ട്. ചർച്ച് ആസ് എ കോൺഗ്രിഗേഷൻ, ഒന്നിച്ചു കൂടുന്നതിനെ ചർച്ച് എന്ന് വിളിക്കുന്നു. പള്ളി എന്ന് പറഞ്ഞാൽ അതൊരു ഇടവകയുടെ പേരുമാണ്, ആ ഇടവകയുടെ ബിൽഡിങ്ങിൻ്റെ പേരുമാണ്, നമുക്കറിവുള്ള കാര്യമാണ്. അതുകൊണ്ട് പള്ളി പണിതു എന്ന് പറയുമ്പോൾ അന്ന് ഇതുണ്ടായിരുന്നു, കല്ലുണ്ടായിരുന്നു, ഇതിങ്ങനത്തെ ഇത് പണിയുടെ രീതികളുണ്ടായിരുന്നു, ഏതാശാരിയെ പണിത്, അങ്ങനെയുള്ള ബാലിശമായ ചോദ്യങ്ങൾക്ക് അവിടെ അർത്ഥമില്ല. 7 അരപ്പള്ളി എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഒടുവിലത്തെ പള്ളി, ഇത് ആരംഭിച്ചത് ആദ്യത്തെ പള്ളി ഈ കൊടുങ്ങല്ലൂർ ഭാഗത്ത് നിന്നാണ്, പാലയൂർ പള്ളിയാണ്. അങ്ങനെ തുടങ്ങുന്ന ചരിത്രകാരന്മാരുണ്ട്. അതിൽ തന്നെ വീണ്ടും ഈ പാലയൂർ എന്ന് പറയുന്ന സ്ഥലമാണോ അതോ പാലോറ എന്ന് പ്ലീനി വിളിച്ചിരിക്കുന്ന പാലോറ എന്ന സ്ഥലമാണോ, പാലോറ ഒരു ചെറിയ ഒരു പള്ളി നിൽക്കുന്ന പ്രദേശം മാത്രമാണോ, അതൊരു ഭൂവിഭാഗത്തിൻ്റെ പേരാണോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. എന്തുകൊണ്ടാണ് തോമാസ് ലീഹ പാലയൂരിലേക്ക് എത്താനിടയായത്? അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കേരളത്തിലെ യഹൂദ സംസ്കാരത്തെക്കുറിച്ച്, യഹൂദരുടെ സാന്നിധ്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു പോകണം. ഒരുപക്ഷെ വിപ്രവാസത്തിന് ശേഷം യഹൂദർ BC 1-ാം നൂറ്റാണ്ട് 2-ാം നൂറ്റാണ്ടിലുമൊക്കെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ടിട്ടുണ്ട്. ചരിത്രരേഖകൾ പറയും, ഒരുപാട് പണമിടപാടുകൾ നടത്തിയിരുന്ന ആളുകളായിരുന്നു ലോകത്തെമ്പാടും യഹൂദരെന്ന് പറയുന്നത്, ജൂതന്മാരെന്ന് പറയുന്നവർ. അതുകൊണ്ട് തന്നെ പഴയ പേർഷ്യയിലൂടെ അഫ്ഗാനിസ്ഥാനൊക്കെ കടന്ന് കാശ്മീർ വഴി താഴേക്കിറങ്ങി ദക്ഷിണ ഭാരതത്തിലും യഹൂദന്മാരുടെ സാന്നിധ്യമുണ്ടായിരുന്നുവെന്ന് ടോളമിയെ പോലുള്ള ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദക്ഷിണ ഭാരതത്തിലെ പല രാജ്യവംശങ്ങളിലും യഹൂദന്മാരുടെ സാന്നിധ്യം അവിടുത്തെ മാർക്കറ്റുകളിൽ, ചന്തകളിൽ ഉണ്ടായിരുന്നുവെന്ന് ചരിത്രരേഖകൾ പറയുന്നുണ്ട്. പിന്നീടത് മൈസൂര് വഴി നേരെ ഈ പാലയൂരിൻ്റെ അടുത്തേക്ക് എത്തിയെന്ന് ഭൗതിക ശാസ്ത്രജ്ഞന്മാരെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ പാലയൂരിലാണ് ആദ്യത്തെ യഹൂദന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതെന്നാണ് ഭൂമിശാസ്ത്രജ്ഞന്മാരുടെ ഇടയിലുള്ള ഏറ്റവും വലിയ ഒരു സംസാര വിഷയം. അതുകൊണ്ടാണ് ഇന്നും പാലയൂരിൽ ജൂത ബസാറും ജൂതക്കുന്നുമൊക്കെ നിലകൊള്ളുന്നത്. പിന്നീടാണ് ഇവിടെ നിന്ന് പതുക്കെ ചേന്നമംഗലത്തേക്കും പിന്നീട് കൊച്ചി രാജാവ് വിളിച്ച് കൊച്ചിയിലേക്കുമൊക്കെ അവർ കുടിയേറിയത്. പിന്നീടത് കൊച്ചിയിൽ അവർ വലിയൊരു സെറ്റിൽമെൻ്റായി മാറുകയും ചെയ്തു. നമുക്കറിയാം, ഈ യഹൂദക്കുന്നിൽ 16-ാം നൂറ്റാണ്ട് വരെ യഹൂദന്മാരുടെ സാന്നിധ്യമുണ്ടായിരുന്നുവെന്ന് ചരിത്രരേഖകളുണ്ട്. പിന്നീട് 17-ാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താൻ്റെ പടയോട്ടം നടന്നപ്പോഴാണ് അവരെല്ലാം ഉപേക്ഷിച്ച് അവിടെ തൊട്ടടുത്തുള്ള ഒരു തീയ കുടുംബത്തോട് പറഞ്ഞു സിനഗോഗിൽ തിരി തെളിക്കണമെന്ന്. എന്നിട്ട് അവരോട് വിട്ടുപോയി എന്നാണ് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നത്. എന്തുതന്നെയാണെങ്കിലും യഹൂദന്മാരുടെ ആദ്യത്തെ സാന്നിധ്യം ഈ കേരളക്കരയിൽ ഈ പാലയൂരായിരുന്നു എന്നുള്ളത് നിസ്തർക്കമായ ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് AD 52 തോമാസ് ലീഹ മുസിരിസ് തുറമുഖത്തെത്തിയപ്പോൾ കായൽ വഴി പാലയൂരിലെ ഈ ബൂട്ട് കുളത്തിൽ എത്തിച്ചേർന്നത്. ധാരാളം പ്രത്യേകതകളുള്ള ഒരു യഹൂദ സിനഗോഗിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. മാള യഹൂദ സിനഗോഗ്. ഇന്ത്യയിൽ 30-ലധികം യഹൂദ സിനഗോഗുകളാണ് 50കളുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. കേരളത്തിൽ 8 സിനഗോഗുകൾ. ഇസ്രയേലിൻ്റെ രൂപീകരണത്തെ തുടർന്ന് ഇന്ത്യയിൽ ഒന്നടങ്കമുള്ള യഹൂദർ
ഇസ്രയേലിലേക്ക് തിരികെ പോയപ്പോൾ മാളയിലെ യഹൂദരും ഇസ്രയേലിലേക്ക് തിരികെ പോവുകയുണ്ടായി. പക്ഷേ മാളയിലെ യഹൂദ സമുദായം മാത്രമാണ് രേഖാമൂലമായ ഒരു കരാറിലൂടെ അവരുടെ ആരാധനാ സ്ഥലമായ സിനഗോഗും പൂർവികർ അന്ത്യവിശ്രമം കൊള്ളുന്ന സെമിത്തേരിയും മാള പഞ്ചായത്തിനെ അല്ലെങ്കിൽ ഒരു സർക്കാർ സ്ഥാപനത്തെ സംരക്ഷണത്തിന് വ്യക്തമായ വ്യവസ്ഥകളോടുകൂടി ചുമതലപ്പെടുത്തിക്കൊണ്ട് പോകുന്നത്. ഇത് ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ തന്നെ മറ്റൊരു യഹൂദ സമുദായവും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറ്റെവിടെയും ഇല്ലാത്ത ഒരു പ്രത്യേകത മാള സിനഗോഗിനും സെമിത്തേരിക്കും ഉണ്ടെന്നുള്ളത്. ഇനി സെമിത്തേരിക്കും ഉണ്ടൊരു വലിയ പ്രത്യേകത, ഇന്ത്യയിലെ ഏറ്റവും വിസ്തീർണം കൂടിയ യഹൂദ സെമിത്തേരി അല്ലെങ്കിൽ യഹൂദ പൈതൃക സ്ഥലം മാള യഹൂദ സെമിത്തേരിയാണ്. 4 ഏക്കറിലധികം അതിന് വിസ്തീർണമുണ്ട്. ഒരുപക്ഷെ ബ്രിട്ടീഷ് കോമൺവെൽത്ത് എന്ന് പണ്ട് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന രാഷ്ട്രസമൂഹത്തിലെ തന്നെ ഏറ്റവും വിസ്തൃതമായ യഹൂദ സെമിത്തേരിയാണ് മാളയിലുള്ളത്. ഞാനീ പറഞ്ഞ 2 കാര്യങ്ങൾ മാള യഹൂദ പൈതൃകത്തിന് മാത്രം അവകാശപ്പെടാവുന്നതാണ്. ഇനി സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ചോദ്യം, എന്നാണ് മാളയിലെ യഹൂദ പാരമ്പര്യം അല്ലെങ്കിൽ യഹൂദ സെറ്റിൽമെൻറ്റ് ആരംഭിക്കുന്നതെന്നാണ്. അതിന് കൃത്യമായിട്ട് നമുക്ക് തെളിയിക്കാവുന്ന രേഖകളില്ല. നമ്മൾ ഈ നിൽക്കുന്ന പള്ളി 1909 ഓഗസ്റ്റ് മാസം 2-ാം തീയതി സ്ഥാപിക്കപ്പെട്ടതാണ്. പക്ഷേ അവിടെ തന്നെ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് 1790 ഇവിടെ ഉണ്ടായിരുന്നൊരു പള്ളിയുടെ മേൽക്കൂരയ്ക്ക് മുകളിലാണ് ഇത് സ്ഥാപിക്കുന്നത് എന്ന്. അതിനു മുമ്പ് ഇവിടെ യഹൂദ അധിനിവേശം അല്ലെങ്കിൽ യഹൂദ മാസം ഉണ്ടായിരുന്നു എന്നതാണ് ശരി. ഓരോ കാലത്തും അതാത് കാലത്തെ ടെക്നോളജിയും അതാത് കാലത്തെ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റിയും സമൂഹത്തിൻ്റെ വലിപ്പവും ഒക്കെ അനുസരിച്ച് അവരുടെ ആരാധനാ കേന്ദ്രങ്ങൾ മറ്റെവിടെയും എന്ന പോലെ നിർമ്മിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്തിരുന്നു മാളയിലെ യഹൂദ സമൂഹവുമെന്നാണ് വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നത്. എന്തുകൊണ്ട് മാളയിലേക്ക് യഹൂദർ വന്നു എന്നുള്ളതിനെപ്പറ്റി, അത് അറബി കച്ചവടക്കാരുടെ ആക്രമണം കൊണ്ടാണ്. വെള്ളപ്പൊക്കം 1341 വെള്ളപ്പൊക്കത്തിൻ്റെ ഫലമായിട്ടാണ്. അതുമല്ല പോർച്ചുഗീസുകാരെ ആക്രമിച്ചത് കൊണ്ടാണ് എന്നിങ്ങനെ പല സിദ്ധാന്തങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ MGSനെ പോലുള്ളവർ പറയുന്നത് ആ പറഞ്ഞ സിദ്ധാന്തങ്ങൾക്കൊന്നും വലിയ അടിത്തറയില്ല എന്നാണ്. മാള ആ കാലഘട്ടത്തിൽ തന്നെ മുസിരിസിൻ്റെ ഒരു ഉപതുറമുഖമെന്നുള്ളതിൽ ചരിത്രത്തിൽ ഏതാണ്ട് 2000-ഓളം കൊല്ലം മുമ്പ് തന്നെ സ്ഥാനം പിടിച്ച സ്ഥലമാണ്. അപ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് തൊട്ടടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രത്തിലേക്ക് വാണിജ്യം തൊഴിലായിട്ട് സ്വീകരിച്ച കേരളത്തിലെ യഹൂദ സമുദായത്തിൻ്റെ സ്വാഭാവികമായ ഒരു വ്യാപനമാണ് മാളയിലേക്ക് ഉണ്ടായതെന്ന് വിശ്വസിക്കുന്നതായിരിക്കും യുക്തിസഹം എന്നാണ് MGSനെ പോലുള്ളവർ അഭിപ്രായപ്പെടുന്നത്. അതെന്തു തന്നെ ആയിരുന്നാലും മാളയെ സംബന്ധിച്ചിടത്തോളം മാള അങ്ങാടി മുഴുവൻ നിയന്ത്രിച്ചിരുന്നത് യഹൂദ കച്ചവടക്കാരായിരുന്നു 1950കളുടെ തുടക്കം വരെ എന്നാണ് ചരിത്രം പറയുന്നത്. കേരളത്തിൽ നിലനിന്നിരുന്ന യഹൂദ സെറ്റിൽമെൻറ്റിലേക്ക് ആകൃഷ്ടനായി മുസിരിസിൽ എത്തിച്ചേർന്ന തോമാസ് ലീഹ കേരളത്തിൽ സുവിശേഷ പ്രഘോഷണം നടത്തുകയും തൽഫലമായി വിശ്വാസം കൈക്കൊണ്ടവർക്കായി 7 പള്ളികൾ സ്ഥാപിച്ചു എന്നും തോമാസ് ലീഹായുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന എല്ലാ ക്രൈസ്തവ സഭാ വിഭാഗങ്ങളും വിശ്വസിച്ചു പോരുന്നു. തോമാസ് ലീഹായെ കേരളത്തിലേക്ക് ആകർഷിച്ചതിൽ പ്രധാന ഘടകമായി വർത്തിച്ചത് കേരളത്തിലെ യഹൂദ സാന്നിധ്യം തന്നെയായിരുന്നു. ജാതിമത വർണ്ണ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുകയും ചേർത്തു പിടിച്ചവർക്ക് ഈ മണ്ണ് അഭയം നൽകിയതിനാലും ആകാം ഈ കൊച്ചു കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെത്തിയ യഹൂദർക്ക് ഈ മണ്ണ് എന്നും അഭയമേകി. കച്ചവടക്കാരായി യഹൂദർ ഈ നാടിൻ്റെ പ്രധാന ഇടങ്ങളിലെല്ലാം
വാസമുറപ്പിച്ചു. അഭയാർത്ഥികളായി എത്തിപ്പെട്ട യഹൂദർ ഈ നാടുമായി വളരെ പെട്ടെന്ന് തന്നെ ഇണങ്ങിച്ചേർന്നു. ഈ നാടിൻ്റെ തനത് നിർമ്മാണ രീതികളിൽ തന്നെ അവർ അവരുടെ പ്രാർത്ഥനാലയങ്ങളും പണി കഴിപ്പിച്ചു. കേരളത്തിലെ യഹൂദ സിനഗോഗുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം കേരളത്തിൻ്റെ തനത് കെട്ടിട നിർമ്മാണ ശൈലികൾ ഇടകലർന്നിട്ടുണ്ട്. കേരളത്തിലെ യഹൂദ പാരമ്പര്യത്തിന് പേരുകേട്ട ഇടങ്ങളാണ് ചേന്നമംഗലവും പറവൂരും. ഇവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സിനഗോഗുകൾ കേരളത്തിലെ യഹൂദ പാരമ്പര്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ്. പ്രധാനമായും കച്ചവടം മുഖ്യതൊഴിലാക്കിയ യഹൂദർ ഈ നാടിൻ്റെ ചെറുപട്ടണങ്ങളുടെ മധ്യത്തിലായി വസിച്ചു പോന്നു. അതിനാൽ തന്നെ അവരുടെ ആരാധന ഇടങ്ങൾ പട്ടണങ്ങളോട് ചേർന്നു തന്നെ ആയിരുന്നു. കേരള സർക്കാർ കാത്തു സംരക്ഷിച്ചു പോരുന്ന ചേന്നമംഗലത്തെ ഒരു സിനഗോഗാണ് ഈ കാണുന്നത്. ഒരിക്കൽ യഹൂദന് സംരക്ഷണമേകിയ ഈ കേരള മണ്ണ് ഇന്ന് അവൻ്റെ സിനഗോഗുകളും സംരക്ഷിച്ചു പോരുന്നു. ക്രിസ്തുശിഷ്യനായ മാർത്തോമാ ശ്ലീഹ AD 52 കൊടുങ്ങല്ലൂർ വന്നിറങ്ങിയതിന് ശേഷം അദ്ദേഹം വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനായിട്ട് പോയി. പ്രത്യേകിച്ച് യഹൂദ കുടിയേറ്റമുണ്ടായിരുന്ന യഹൂദർ കൂടി വസിച്ചിരുന്നതായ സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തു. അങ്ങനെയാണ് കൊടുങ്ങല്ലൂർ വന്നിറങ്ങിയ തോമാ ശ്ലീഹ പറവൂര് അടുത്തുള്ള പറവൂരിൻ്റെ ഭാഗത്തുള്ള കോട്ടക്കാവ് എന്ന സ്ഥലത്ത് വരാനിടയായത്. യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ യഹൂദ സമുദായത്തിൽപ്പെട്ട ആളുകൾ, സമൂഹത്തിൽപ്പെട്ട ആളുകൾ കച്ചവടവുമായി ബന്ധപ്പെട്ട് മലബാർ തീരത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ കുടിയേറി പാർത്തിരുന്നു. പറവൂര് അതിലൊന്നാണ്. കൊടുങ്ങല്ലൂരും പറവൂരും ചേന്നമംഗലത്തും പാലയൂരും കൊല്ലത്തും ഒക്കെ യഹൂദരുടെ നിവാസ കേന്ദ്രങ്ങളുണ്ടായിരുന്നു. അവിടെയെല്ലാം സിനഗോഗുകളും അവർ സ്ഥാപിച്ചിരുന്നു. അതിലൊന്നാണ് പറവൂരിലെ സിനഗോഗ്. പറവൂർ ദേശത്ത് യഹൂദരുടെ ഒരു വാസകേന്ദ്രമുണ്ടായിരുന്നു. ജൂസ് സ്ട്രീറ്റ് എന്ന പേരിലാണ് അത് ഇന്നും അറിയപ്പെടുന്നത്. 1948 വരെ ഇവിടെ യഹൂദരുടെ കുടുംബങ്ങൾ കുടികൊണ്ടിരുന്നു. ആ ഒരു ബന്ധമാണ് മാർത്തോമാ ശ്ലീഹായെ മലബാർ തീരത്തേക്ക്, ഇന്നത്തെ കേരള കരയിലേക്ക് വരാനായിട്ട് പ്രേരിപ്പിച്ചത്. അങ്ങനെ ഭാരതത്തിലേക്ക്, പ്രത്യേകിച്ച് കേരള തീരത്തേക്ക് എത്തിയ തോമാ ശ്ലീഹ ആദ്യ ദിനങ്ങളിൽ തന്നെ പറവൂരത്തെ യഹൂദ സമൂഹത്തിൽപ്പെട്ട ആളുകളെ കാണുവാൻ വരുന്ന വഴിക്കാണ് കോട്ടക്കാവ് ഇന്ന് ഈ പള്ളി ഇരിക്കുന്നതായ സ്ഥലത്ത് കൂടെ കടന്നു പോകാനിടയായത്. അങ്ങനെ തോമാ ശ്ലീഹ കടന്നു പോകുമ്പോൾ ഇവിടുത്തെ പാരമ്പര്യം അനുസരിച്ച് ഇവിടെ ഒരു കുടുംബക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയായിരുന്നു. അദ്ദേഹം കടന്നുപോയി ഉത്സവമെല്ലാം നടക്കുന്നത് കണ്ട് നോക്കി നിന്ന തോമാ ശ്ലീഹായെ ദേശീയരായ അന്നത്തെ ആളുകൾ കളിയാക്കിയെന്നാണ് പറയുക. ആ സമയത്ത് അദ്ദേഹം പ്രാർത്ഥിക്കുകയും അവിടെ ഒരു കൊടുങ്കാറ്റുണ്ടാവുകയും എന്നാൽ അതുമൂലം ആ ഉത്സവത്തിൽ തിടമ്പേറ്റിരുന്ന ആനയെല്ലാം ഇളകി അസ്വസ്ഥമാകുകയും ചെയ്ത സാഹചര്യത്തിൽ ആളുകൾ, ആ ഉത്സവത്തിൽ പങ്കുചേർന്ന പ്രമാണികൾ തോമാ ശ്ലീഹായുടെ മഹത്വം മനസ്സിലാക്കി അദ്ദേഹത്തോട് ക്ഷമയാചിക്കുകയും ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുകയും ചെയ്തു. തോമാ ശ്ലീഹ പെട്ടെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആ കൊടുങ്കാറ്റ് ശമിച്ചെല്ലാം ശാന്തമാവുകയും ചെയ്തു. ഇത് കണ്ട ജനങ്ങൾ അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ചു. പിന്നീട് അനേകരെ, പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസത്തിൽപ്പെട്ട ചില കുടുംബങ്ങൾ പൂർണ്ണമായും തോമാ ശ്ലീഹായുടെ ശിഷ്യത്വം സ്വീകരിച്ച് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മാമോദീസ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ മാമോദീസ നൽകിയ കുളമാണ് കോട്ടക്കാവ് എന്ന് പറയുന്ന പറവൂരിൻ്റെ ആ ദേശത്തിൻ്റെ ഒരു ഭാഗമായ കോട്ടക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് അടുത്തുള്ള കുളത്തിലാണ് അദ്ദേഹം വിശ്വാസികൾക്ക് മാമോദീസ നൽകിയത്. പിന്നീട് മാമോദീസ സ്വീകരിച്ച ഹൈന്ദവ കുടുംബത്തിൽപ്പെട്ട ഏതോ കുടുംബം ദാനമായി നൽകിയ സ്ഥലത്ത്, ഇപ്പോൾ പള്ളി ഇരിക്കുന്ന, പഴയ പള്ളി ഇരിക്കുന്ന സ്ഥലമാണെന്ന്
തോമാസ് ശ്ലീഹായ്ക്ക് അവർ ദാനമായിട്ട് നൽകിയത്. അങ്ങനെ ദാനമായി നൽകിയ സ്ഥലത്ത് അദ്ദേഹം ചെയ്തത് ഒരു കുരിശ് രൂപം കരിങ്കല്ലിൽ കൊത്തി അവിടെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് പള്ളിക്ക് തുടക്കം കുറിക്കുന്നത്. പിന്നീട് അദ്ദേഹം അവിടെ സിനഗോഗിൻ്റെ ഒരു ചെറിയ മോഡലിൽ പള്ളി പണിതു എന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെ കോട്ടക്കാവിൽ കരിങ്കല്ലിൽ കൊത്തിയ കുരിശ് രൂപമായിരുന്നില്ല, ഒരു മയിൽക്കുറ്റിയാണ്. ഇന്ന് നമുക്ക് പഴയ പള്ളിയുടെ അൾത്താരയിൽ ആ കുരിശ് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. അന്ന് മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ചതായ ആ കരിങ്കൽ കുരിശ് ഇന്നും അവിടെ ഭദ്രമായി സൂക്ഷിക്കപ്പെടുന്നു, പൂജ്യമായി സൂക്ഷിക്കപ്പെടുന്നു. ആ കരിങ്കലിൻ്റെ മുകളിൽ ഒരു മയിൽക്കുറ്റിയുടെ മുകൾ ഭാഗത്താണ് യേശുവിൻ്റെ കുരിശിൻ്റെ ഒരു ചിഹ്നം കൊത്തിയിരിക്കുന്നത്. വിശിഷ്ടമായൊരു ചിഹ്നമാണത്. കുരിശിൻ്റെ ആകൃതികൾ ഡെവലപ്പ് ചെയ്ത് വരുന്ന കാലഘട്ടമായിരുന്നു അത്. അപ്പം അതുകൊണ്ട് തന്നെ വട്ടത്തിലുള്ള ഒരു കുരിശാണ് നമ്മളവിടെ കാണുന്നത്. ഇതേ കുരിശ് തന്നെയാണ് കോക്കമംഗലത്ത് മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച മരത്തിൽ കൊത്തിയ കുരിശും ഇതേ ആകൃതിയാണ്. നമ്മൾ തിരുവിതാംകോട്, കന്യാകുമാരിക്ക് അടുത്തുള്ള തിരുവിതാംകോട് ചെല്ലുമ്പോൾ മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച അരപ്പള്ളിയിൽ കൊത്തിവെച്ചിരിക്കുന്ന രൂപം ഇതേ കുരിശാണ്. പാലയൂരുണ്ടായിരുന്നെന്ന് പറയപ്പെടുന്ന കുരിശ് രൂപവും ഇതേ കുരിശിൻ്റെ രൂപം തന്നെയാണ്. പിന്നീടാണ് മാർത്തോമാ കുരിശ് ഡെവലപ്പ് ചെയ്തത് എന്ന് നമുക്കറിയാം. കൊടുങ്ങല്ലൂർ അദ്ദേഹം ദേവാലയം സ്ഥാപിച്ചെങ്കിലും പള്ളി സ്ഥാപിച്ചെങ്കിലും അത് പ്രത്യേകിച്ച് മഹാപ്രളയത്തിൽ നശിച്ചു പോയതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കോട്ടക്കാവിനെ സംബന്ധിച്ച് ഒരിക്കലും ഇവിടെ ഒരു ആക്രമണമോ ദേശീയരുടെ എതിർപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ആദ്യകാലം മുതൽ തന്നെ ഏതാനും കുടുംബങ്ങൾ, പ്രമാണികമായ കുടുംബങ്ങൾ തോമാസ് ശ്ലീഹായിൽ വിശ്വസിച്ച മാമോദിസ സ്വീകരിച്ചതുകൊണ്ടും ആദ്യം മുതൽ തന്നെ ക്രിസ്തു ശിഷ്യരുടെ ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടും ഇവിടെ സ്ഥാപിക്കപ്പെട്ട ദേവാലയം ഒരിക്കലും നശിപ്പിക്കപ്പെട്ടിട്ടില്ല. ഈ പള്ളിയുടെ ചരിത്രം തോമാസ് ശ്ലീഹായുമായിട്ട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ചതായ ആ പഴയ ദേവാലയം പല പ്രാവശ്യം പുതുക്കി പണിയപ്പെട്ടു. 9-ാം നൂറ്റാണ്ടിലെ രേഖകളുണ്ട്. 14-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ 1308 വീണ്ടും ഈ പള്ളി പുതുക്കി പണിയപ്പെട്ടു. പിന്നീട് ആ പള്ളി 1789 ടിപ്പു സുൽത്താൻ്റെ സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ ഭാഗികമായി നശിപ്പിക്കപ്പെട്ടപ്പോൾ 1790 വീണ്ടും അത് പുതുക്കി പണിതു. ആ ദേവാലയമാണ് 1964 വരെ പഴയ പള്ളിയുടെ സ്ഥാനത്ത് നിലനിന്നത്. 1964 അതിൻ്റെ മേൽക്കൂരയ്ക്ക് കേടുവന്നതുകൊണ്ട് ഭാഗികമായിട്ട് അത് പൊളിച്ചു നീക്കി. എന്നാൽ 2002 അതിരൂപതയിൽ നിന്ന് കർദിനാൾ വർക്കി വിധേയത്യ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം ആ പഴയ പള്ളി പുനഃസ്ഥാപിക്കുകയും പുതുക്കി പണിയുകയും ഇന്നത്തെ നിലയിൽ സൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ജനങ്ങളുടെ ബാഹുല്യം, പ്രത്യേകിച്ച് ഇടവക ജനത്തിൻ്റെ എണ്ണം കൂടി വന്നതുകൊണ്ട് പഴയ പള്ളിയിൽ ആളുകളെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ വന്ന സാഹചര്യത്തിലാണ് 1911 പുതിയ പള്ളി സ്ഥാപിക്കാൻ നിശ്ചയിച്ചത്. അങ്ങനെ ലൂയിസ് പഴയപറമ്പ് പിതാവ് 1911 ഈ പഴയ പള്ളിക്ക്, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ പഴയ പള്ളി, പുതിയതായി പണിയപ്പെട്ട പള്ളിക്ക് തറക്കല്ലിട്ടു. എങ്കിലും പിന്നീടുണ്ടായ 1-ാം ലോകമഹായുദ്ധത്തിൻ്റെയൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പള്ളി പണി പൂർത്തിയാക്കാൻ സാധിച്ചില്ല. പിന്നീട് 1928 മുതൽ ഏതാണ്ട് 10 വർഷം എടുത്ത് ഇപ്പോൾ കാണുന്ന ഈ പള്ളി പൂർത്തിയാക്കാൻ. 1938 അഭിമന്യ കണ്ടത്തിൽ ആർച്ച് ബിഷപ്പ് കണ്ടത്തിൽ പിതാവ് അഗസ്റ്റിൻ കണ്ടത്തിൽ പിതാവ് ഈ ദേവാലയം, മാർത്തോമാ ശ്ലീഹായുടെ പേരിലുള്ള ഈ വലിയ ദേവാലയം കൂദാശ ചെയ്ത് ദൈവത്തിന് പ്രതിഷ്ഠിച്ചത്. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ ഭാരതത്തിൽ പ്രത്യേകിച്ച് നൽകിയ ഈ സുവിശേഷ ദൗത്യം, സുവിശേഷത്തിൻ്റെ തിരുനാളം, അത് ലോകമൊക്കെയിലും ആ സുവിശേഷം, പ്രത്യേകിച്ച് ഭാരതം മുഴുവനിലും ആ സുവിശേഷം എത്തിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം ഭാരതത്തിലെ ക്രൈസ്തവ സഭയ്ക്ക്, മാർത്തോമൻ പൈതൃകം അവകാശപ്പെടുന്ന എല്ലാവർക്കും ഉണ്ട് എന്ന് നാം ഓർക്കണം. അത് കേവലം സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത് മാത്രമല്ല,
നാം തന്നെ മാർത്തോമാ ശ്ലീഹായെ പോലെ സുവിശേഷം ആയിത്തീരുക എന്നുള്ളതാണ്. ക്രിസ്തു ആരെന്ന് അനേകരിലേക്ക് എത്തിക്കുകയും ക്രിസ്തു തത്വം, ക്രിസ്തു സ്നേഹം, ക്രിസ്തു നൽകുന്ന സമാധാനം, ക്രിസ്തു നൽകുന്ന ജീവിത രീതി അനേകരിലേക്ക് വ്യാപരിപ്പിക്കുവാൻ ക്രൈസ്തവ സമൂഹത്തിനെ, മാർത്തോമൻ പൈതൃകത്തിലുള്ള ക്രൈസ്തവ സമൂഹത്തിനെ ഒന്നിച്ച് പ്രവർത്തിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പരസ്പരം വിഘടിച്ച് നിൽക്കുവാനല്ല, മറിച്ച് പൊതുതത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരിലേക്കും ക്രിസ്തുവിൻ്റെ സ്നേഹം പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ കാണിച്ചു തന്ന വലിയ ശൈലിയിലൂടെ പകരുവാൻ നമുക്ക് ഇടയാകട്ടെ. ഒരുപക്ഷെ 2052 അദ്ദേഹത്തിൻ്റെ ഭാരത ക്രൈസ്തവീകരണത്തിൻ്റെ 2000 വർഷത്തിൻ്റെ ആരംഭമാണ്. 2072 ആകുമ്പോൾ തൻ്റെ വലിയ ത്യാഗോജ്വലമായ സാക്ഷ്യ ജീവിതം അവസാനിക്കുന്നതിൻ്റെ 2000 വർഷമാണ്. ഈ സമയമൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും തോമാസ് ശ്ലീഹ നൽകുന്ന സന്ദേശം ഏറ്റവും അർത്ഥവത്തായ സന്ദേശമെന്ന് ലോകം മുഴുവൻ, പ്രത്യേകിച്ച് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുവാൻ ഇന്ത്യൻ സഭകൾക്ക് ഉത്തരവാദിത്വം ഉണ്ട് എന്നുകൂടെ നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ പ്രസിഡൻറ്റ് എന്ന നിലയിൽ കൂടെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.